നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. ഓ, നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഓ, നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പിറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പിറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂട്ടിനായ
കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെ. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. Good morning. Welcome to today's dew. As it says in Exodus 16 verses 14, and when the layer of dew lifted, there on the surface of the wilderness was a small round substance as fine as frost on the ground. So along with the dew was the manna. It was there for everyone in the camp, and that should be each day the Lord provided the manna along with the dew that should be consumed for a day, and everyone had their own portion. So I believe this day the Lord will speak the manna that is for all of us for this day. And always remember that the manna for a day, it should be consumed for that day itself. If it is kept for some other day, it will stink. So this day we will be meditating about a topic, the voice of the Lord and the change that it brings when we respond to it the right way. Let's turn our attention to Psalm 29 verses 3 to 9. The voice of the Lord is over the waters. The God of glory thunders. The Lord is over many waters. The voice of the Lord is powerful. The voice of the Lord is full of majesty. The voice of the Lord breaks the cedars. Yes, the Lord splinters the cedars of Lebanon. He makes them also skip like a calf, Lebanon and Syrian like a young wild ox. The voice of the Lord divides the flames of fire. The voice of the Lord shakes the wilderness. The Lord shakes the wilderness of Kadesh. The voice of the Lord makes the deer give birth and strips the forests bare. And in his temple everyone says glory. In Amplified version, ഈ സാമിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വോയിസ് ഓഫ് ദ ലോർഡ് ഇൻ ദ സ്റ്റോം എന്നാണ്. As we read, whether it is a water or it is a flame, whether it is the thickness of a cedar or the height of Mount Hermon, whether it is a wilderness or a thick forest, the voice of the Lord will bring an effect. If it is a Red Sea or a Jordan, ദൈവശബ്ദം വരുമ്പോൾ, or a flame which may consume us, but ദൈവത്തിൻ്റെ ശബ്ദം വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രസൻസ് വരുമ്പോൾ, it will bring an effect. As we all read in Genesis chapter 1 verses 1 to 3, in the beginning God created the heavens and the earth. The earth was without form and void, and darkness was on the face of the deep, and the Spirit of God was hovering over the face of the waters. Then God said, let there be light, and there was light. So the earth was formless and void, and out of darkness a sudden light came like a bang when he spoke. And nowadays some refer to it as a big bang. നമുക്ക് ദൈവത്തിൻ്റെ ആ ശബ്ദം വന്നപ്പോൾ എങ്ങനെയൊക്കെ പലരും റെസ്പോണ്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ലൈഫ് ഓഫ് Abraham, the father of faith. So when God's voice came to Abraham, as in Genesis 12 verses 1 to 3, now the Lord had said to Abraham, get out of your country, from your family, and from your father's house to a land that I will show you. I will make you a great nation. I will bless you and make your name great, and you shall be a blessing. I will bless those who bless you, and I will curse him who curses you. And in you all the families of the earth shall be blessed. Also in Joshua chapter 24 verses 2 and 3, and Joshua said to all the people, thus says the Lord God of Israel,
your fathers, including Terah, the father of Abraham, and the father of Nahor, dwelt on the other side of the river in olden times, and they served other gods. Then I took your father Abraham from the other side of the river, led him throughout all the land of Canaan, and multiplied his descendants, and gave him Isaac. ഈ രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദോ എബ്രഹാം വാസ് ദ ഡിസെൻഡന്റ് ഓഫ് ഷേം, ഹു വാസ് ദ സൺ ഓഫ് നോവ, കാലക്രമേണ യഥാർത്ഥ ദൈവത്തിൽ നിന്നുള്ള അറ്റൻഷൻ വിഗ്രഹങ്ങളിലേക്ക് മാറി. ഇൻസ്റ്റെഡ് ഓഫ് സെർവിങ് ദ വൺ ആൻഡ് ഓൺലി ട്രൂ ലിവിങ് ഗോഡ്, ദേ വെയർ മേക്കിംഗ് ആൻഡ് സെർവിങ് ദി ഐഡൽസ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുക. അബ്രഹാം ഹേർഡ് ദ വോയിസ് ആൻഡ് ഹീ ലെഫ്റ്റ്. ഹി ഹാഡ് ദി ഓൾ ദ ചാൻസസ് എന്ന് വെച്ചാൽ അവിടെ ഒരു ബിസിനസ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പുള്ളി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹി വാസ് ബ്ലെസ്ഡ് ഇൻ എവറി വേ in the worldly sense, but still when the voice of the Lord came, he left everything and followed God. അപ്പോൾ എബ്രഹാം, നമ്മൾ ജെനസിസ് 12 വായിക്കുന്ന പോലെ ഇബ്രാഹിമും സാറയും ലോട്ടും ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് ലോട്ട് അവരെ വിട്ടുമാറിയെങ്കിലും when it comes to Genesis 17, 26 and 27 and all, we can see God adding people to Abraham. We can see, we read about 318 men Abraham had. അതല്ലാതെ തന്നെ വേറെയും ആളുകളെ ദൈവം എബ്രഹാമിനോട് ചേർത്തു. They all were circumcised and joined with the covenant of the Lord. അപ്പോൾ when he obeyed the voice of the Lord blessed him. Abraham heard, he believed and he obeyed, and therefore the Lord blessed him, and even now God is continuing to fulfill all the promises that he had made. അടുത്ത നമുക്ക് നവോമിയെ കുറിച്ച് നോക്കാം. In Ruth chapter 1 verses 1, now it came to pass in the days when judges ruled, that there was a famine in the land, and a certain man of Bethlehem, Judah, went to dwell in the country of Moab, he and his wife and his 2 sons. ഇവിടെ നമ്മൾ നവോമിയെ കുറിച്ച് വായിക്കുകയാണ്. അവിടെ ദേശത്തൊരു ക്ഷാമം വന്നപ്പോൾ, ഒന്നും നടക്കത്തില്ല എന്നൊരു ചിന്ത വന്നപ്പോൾ ദൈവശബ്ദം കേട്ടിട്ടല്ല, ആ സർക്കംസ്റ്റാൻസസിനെ നോക്കി മറ്റൊരു ദേശത്തേക്ക് പോവുക. ബട്ട് ആസ് വി ഓൾ നോ, ആ ഒരു ദേശത്ത്, ആ ഒരു ഫാമിലിയിൽ ഷീ ലോസ്റ്റ് ഹർ ഹസ്ബൻഡ്, ഷീ ലോസ്റ്റ് ഹർ 2 sons, ഷീ ഈവൻ ലോസ്റ്റ് one of her daughter-in-law. Continuing the story, we know God's faithfulness, how he blessed her later, but still ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ സാഹചര്യങ്ങളെ നോക്കി മുമ്പോട്ട് പോയ നവോമിക്ക് പലതും നഷ്ടമായി. അപ്പോൾ when we compare between Abraham and Naomi, we can come to a conclusion like the circumstance and unbelief should not be the deciding factor, but faith in the voice of God, which takes you beyond your circumstances, should be the deciding factor of your choices. Now we can see another character in the Bible. 1 Samuel 3 verses 11 to 14 and 18. Then the Lord said to Samuel, behold, I will do something in Israel at which both ears of everyone who hears it will tingle. In that day I will perform against Eli all that I have spoken concerning his house, from beginning to the end. For I have told him that I will judge his house forever for the iniquity which he knows, because his sons made themselves vile, and he did not restrain them. And therefore I have sworn to the house of Eli that the iniquity of Eli's house shall not be atoned for by sacrifice or offering forever. And then Samuel told him everything and hid nothing from him, and he said, it is the Lord, let him do what seems good to him. അപ്പം നമ്മളിവിടെ ദൈവം ശമൂവേലിനോട് സംസാരിക്കുന്നത് നമ്മളിവിടെ വായിക്കുന്നു. ശമൂവേൽ അത് ഈലായോട് അല്ലെങ്കിൽ ഏലി പ്രവാചകനോട് അത് സംസാരിക്കുന്നു. അപ്പോൾ വി ക്യാൻ റീഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻ 1 Samuel 2, how the Lord wanted to correct the children of Eli, but ഏലി പുരോഹിതൻ മക്കളെ തിരുത്തുന്നുണ്ടെങ്കിലും അവരെ പറഞ്ഞ് ദൈവം എന്താണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹം പരാജയപ്പെടുന്നു. വി ക്യാൻ ഈവൻ സേ ദ ലൈക്ക് ഹന്നയുടെ പ്രാർത്ഥനയെ വിമർശിച്ചതിൻ്റെ 10-1 ഉത്സാഹം പോലും സ്വന്തം മക്കളെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഏലി പുരോഹിതന് സാധിച്ചില്ല. സോ ഗോഡ് വാണ്ട് ഹിം, ദോ ഗോഡ് വാണ്ട് ഹിം, he didn't give the priority as God wanted to give to that topic. So as it says in verse 14, more than sacrifice, God wants us to fulfill his desires, God's desires, rather than our own desires. എത്ര സാക്രിഫൈസ് കൊടുത്താലും ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ സാക്രിഫൈസ് ഒന്നും ദൈവം സ്വീകരിക്കത്തില്ല. As it says in Proverbs 28:9, one who turns away his ear from
hearing the law, even his prayer is an abomination. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതിനോട് നമ്മൾ യെസ് പറയുന്നതാണ് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇത് വെൻ സാമുവൽ ടോൾഡ് ദ വോയിസ് ഓഫ് ദ ലോർഡ് ഓർ ഷെയർഡ് ദ വോയിസ് ഓഫ് ദ ലോർഡ്, ഇത് ശമൂവേലിന്റെ അഹങ്കാരം കാരണവും പറയുവാണെന്നോ അല്ലെങ്കിൽ എന്നോട് അസൂയയോ എന്നോട് കയ്പോ എന്നോട് അല്ലെങ്കിൽ എൻ്റെ മക്കളോട് അൺഫർഗീവ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് പറയുവാണെന്ന് ഈലായി ചിന്തിച്ചില്ല. എക്സ്പ്രസിൽ നമ്മൾ വായിക്കുന്നത് പോലെ ജാനസ് ആൻഡ് ജംബ്രസ് വാട്ട് എവർ മോസസ് ഡിഡ്, ആ ദൈവം ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്ന പോലെ ദേ ഓൾസോ ഡിഡ് സംതിങ് ദോ ഇറ്റ് ഡിൻ ലാസ്റ്റ് മച്ച്. അങ്ങനെ എന്തെങ്കിലും ഓരോ അൺഗോട്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവമാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ഈലായി ശ്രമിച്ചില്ല. ദോ ഹി സെർവ് ദ ലോർഡ് ഇൻ എ പവർഫുൾ വേ ഏർലിയർ, ഹിസ് പ്രസന്റ് സിറ്റുവേഷൻ ഇസ് ഫാർ ഫ്രം ഗോഡ്. അപ്പോൾ ഈലായി അങ്ങനെയൊന്നും ചെയ്തില്ല. തൻ്റെ മുമ്പിൽ തന്നെ വളർന്നൊരു ബാലൻ അവൻ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് തന്നോട് പറയുവാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് ചിന്തിക്കാനുള്ള സുബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈലായിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ക്യാൻ റീഡ് ഇൻ ദിസ് പാസേജ് ദാറ്റ് വെൻ ഹി ഗ്രൂ ഓൾഡ് ഹിസ് ഐസ് ഗ്രൂ ഡിം. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കേണ്ടത്, ആർ അവർ ഐസ് ഗ്രോയിങ് ഡിം? ദാറ്റ് മീൻസ് അവർ സ്പിരിച്വൽ ഐസ്. ഡു വി ഗീവ് മോർ പ്രയോറിറ്റി ടു സംതിങ് എൽസ്? ഇൻ ഗോഡ്സ് കിങ്ഡം, God is the king. The kingdom of God is all about seeing things, matters, people or circumstances as God sees it. ഉദാഹരണത്തിന് we can read in 1 Peter 2 verses 9 and 10. But you are a chosen generation, a royal priesthood, a holy nation, his own special people, that you may proclaim the praises of him who called you out of darkness into his marvelous light. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വേഴ്സാണ്. ഇതേ വേഴ്സ് നമുക്ക് വേറെ രീതിയിലും വേണമെങ്കിൽ ചിന്തിക്കാം. All the verses in the Bible is common for all the people. As it says in Romans 3:23, all have sinned and fallen short of the glory of God. So sin was a common platform for all the mankind. And it's as it says in Ephesians 2:8, by his grace we were saved and not by our works. അപ്പോൾ നമ്മളെല്ലാവരും പാപികളായിരുന്നു. എല്ലാ മനുഷ്യരുടെയും കോമൺ പ്ലാറ്റ്ഫോം പാപമാണ്. പക്ഷേ ഹൗ വി ബിക്കെയിം സെപ്പറേറ്റ് ഇസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, നോട്ട് ബൈ അവർ വർക്ക്സ്, സോ ദാറ്റ് വി കുഡ് ബോസ്റ്റ് വി വേ സേവ്ഡ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നാണ് ആ ദൈവത്താലുള്ള നമ്മുടെ ഒരു പുതിയ കോമൺ പ്ലാറ്റ്ഫോം. അപ്പോൾ വെൻ വി ക്ലെയിമിങ് ദ സെയിം വേഴ്സ് ദാറ്റ് വി ആർ എ ചോസൺ ജനറേഷൻ ആൻഡ് ഓൾ, വി ക്യാൻ ഈവൻ ബോസ്റ്റ് ലൈക്ക്, യെസ്, ഐ ആം എ സ്പെഷ്യൽ പേഴ്സൺ, വി ആർ എ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗോഡ് ഹാസ് bothered or concerned only about me. I can മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനായി കാണണം എന്ന വാക്യം മാറ്റി വെച്ചിട്ട് വി ക്യാൻ ബാക്കിയുള്ളവരെ കുറച്ച് കാണാം. വി ക്യാൻ ആളുകളെ അവരുടെ കാസ്റ്റോ അല്ലെങ്കിൽ കളറോ അല്ലെങ്കിൽ അവരുടെ ഹെറിറ്റേജോ ഒക്കെ വെച്ച് നമുക്ക് അവരെ താഴ്ത്തി കാണാം. ഈവൻ ഒരേ ചേർച്ചിലുള്ളവരെ തന്നെ താഴ്ത്തി കാണാം. അല്ലെങ്കിൽ തന്നെ മറ്റ് ചേർച്ചസ്, വെൻ ദ പീപ്പിൾ ഹു ആർ വർഷിപ്പിംഗ് ദ സെയിം ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ദേ ഓൾ ബിലോങ് ടു വൺ യൂണിവേഴ്സൽ ബോഡി. അപ്പോൾ ഒരു ചേർച്ചിന് മറ്റൊരു ചേർച്ചിനെ കുറച്ച് കാണാം. വി ഓൾ ആർ പാർട്ട് ഓഫ് വൺ ബോഡി എന്ന് കാണാൻ സാധിക്കുന്നില്ല. ദീസ് ആർ ഓൾ സം ഓഫ് ദ ഡിംനെസ് വിച്ച് ഹാപ്പൻസ് ടു അവർ സ്പിരിച്വൽ ഐസ്. There is only one head, that is Christ, and only one body, his church. Within the church, one body. Within the churches, one body. The functioning may be different, but part of one universal body. If there is short-sightedness like Eli, we not be able to see it. So if that is the case, instead of building God's kingdom, they will be building some other kingdom, maybe even an animal kingdom. അവിടെയാണ് ഇങ്ങനെ ഗോഡ്ലി വാല്യൂസ് നോക്കാതെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്നത്. സോ ആസ് വി റീഡ് ഇൻ ഈ ഷോർട്ട് സൈറ്റഡ്നെസ് അതിൻ്റെ റീസൺ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം പേഴ്സണലി. ഇഫ് സച്ച് എ തിങ് ഇസ് ദെയർ ഇൻ us, ലെറ്റ്സ് ടേൺ away to God, turn back to God this day. In 2 Peter chapter 2 verse 1 verses 5 to 10, it says, but also for this very reason, giving all diligence, add to your faith virtue, to virtue knowledge, to knowledge self-control, to self-control perseverance, to perseverance godliness, to godliness brotherly kindness, and to brotherly kindness love. For if these things are yours and abound, you will neither be barren nor unfruitful in the knowledge of our Lord Jesus Christ. For he who lacks these things is short-sighted, even to blindness, and has forgotten that he was cleansed from his old sins. Therefore, brethren, be even more diligent to make your call and election sure, for if you do these things, you will never stumble. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന കുറച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വി ഷുഡ്
ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, അത് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം ഓൾവേസ്. അത് വിശ്വാസമാണ്. വിശ്വാസത്തോട് വീര്യം വേണം, വീര്യത്തോട് പരിജ്ഞാനം വേണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം വേണം, ഇന്ദ്രിയജയത്തോട് സഹിഷ്ണുത വേണം, സഹിഷ്ണുതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് ദൈവസ്നേഹം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ നമ്മളിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണാൻ സാധിക്കത്തില്ല. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുള്ളൂ. വി ഷുഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ചിലപ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ കുറവായിരിക്കാം, ചിലപ്പോൾ വീര്യവും ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും പരിജ്ഞാനം ഇല്ലായിരിക്കാം. ഈ പരിജ്ഞാനം ഒക്കെ ഉണ്ടെങ്കിലും ഇന്ദ്രിയജയം ഇല്ലായിരിക്കാം. സ്വയം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് അറിയത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിച്ചേക്കാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ സഹിഷ്ണുത ഇല്ലായിരിക്കാം. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് പ്രാപിച്ചെടുക്കാനുള്ള സഹിഷ്ണുത ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഭക്തി ഇല്ലായിരിക്കാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സഹോദര സ്നേഹം ഇല്ലായിരിക്കാം. ചിലപ്പോൾ അന്ന് അറിവില്ലായ്മ കൊണ്ട് ആരോടെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതിപ്പോഴും ഒരു ബാഗേജ് പോലെ കൊണ്ടു കിടക്കുകയാണെങ്കിൽ ആ ഒരു ദൈവം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെ കാണാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം അല്ല നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്, പകരം ഇഫ് ഇറ്റ് ഇസ് ഹേറ്റഡ് ഓർ ബിറ്റർനെസ് ഓർ അൺഫോർഗീവ്നെസ് ഓർ സംതിങ് എൽസ് ഓർ ആങ്കർ, അതൊക്കെയാണ് നമ്മളെ ഓരോ കാര്യം ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മത്സരബുദ്ധിയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഷോർട്ട് സൈറ്റഡ്നെസ്, വി വിൽ നോട്ട് ബി ഏബിൾ ടു സീ വാട്ട് ഗോഡ് ഇസ് സീയിങ് കൺസേണിങ് അസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ജസ്റ്റ് let this be our prayer, as Paul prayed in Ephesians 1:17-23. Pray for wisdom and revelation, so that our eyes of our understanding will be opened. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, ആവശ്യമില്ലാത്ത ബാഗേജസ് ഒക്കെ മാറ്റി ഫ്രീ ആയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അതേപോലെ മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദീസ് ക്വാളിറ്റീസ് ഷുഡ് അബൗണ്ട് ഇൻ us in a daily basis. അത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രയറാണ്. Now we can see about Jonah. We all know the story of Jonah. So when God told him, he responded in a different way. But ജോന മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഒരിക്കലും യോനയോട് ദേഷ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. in chapter 4 verse 6, യോന ദൈവത്തോട് പറയുക, so he prayed to the Lord and said, "Oh Lord, was not this what I said when I was still in my country? Therefore I fled previously to Tarshish. For I know that you are a gracious and merciful God, slow to anger and abundant in loving kindness, one who relents from doing harm. Therefore now, O Lord, please take my life from me, for it is better for me to die than to live." അപ്പോൾ യോന ഇവിടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ നിനവയ്ക്ക് പോയി തിരിച്ചു വന്നു. ദൈവം അവരെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ ഗോഡ് ഇസ് ബീങ് പേഷ്യൻറ്റ് ടു ദോസ് പീപ്പിൾ. അപ്പോൾ യോന ദൈവത്തോട് ദേഷ്യപ്പെടുകയാണ്. ദൈവം ദേഷ്യപ്പെടുന്നില്ല, യോന ദേഷ്യപ്പെടുകയാണ്. നീ ഇങ്ങനെയാണ്, നീ കമ്പാഷനേറ്റ് ആണ്, നീ മേഴ്സിഫുൾ ആണ്, അതെനിക്കറിയാം. പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നീ അവരെ ജഡ്ജ് ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. ബട്ട് ത്രൂ ഔട്ട് ദിസ് ബുക്ക് ഓഫ് ജോന വി ക്യാൻ സീ ഗോഡ് കറക്റ്റിംഗ് ഹിം ആസ് എ ഫാദർ. ദൈവം യോനെ ജഡ്ജ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ തന്നെ റിവീൽ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഫ്രം ജോന ആൻഡ് ഈലൈ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് though God corrected Jonah, he still loved him, because God reveals more about himself only to those whom he loves. God corrects our ignorance like Jonah. നമ്മുടെ അറിവുകേട് കൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വോയിസ് കേൾക്കാത്തതെങ്കിൽ ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും. ബട്ട് അവർ പാസീവ് അപ്രോച്ച് ടു ഹിസ് കറക്ഷൻ ലൈക്ക് ഈലൈ മേ നോട്ട് പ്ലീസ് ഹിം. ഈലയെ പോലെ നമ്മൾ ദൈവം കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്രോച്ച് പാസീവ് ആണെങ്കിൽ ഗോഡ് വിൽ നോട്ട്, ദൈവത്തിനത് ഇഷ്ടപ്പെടത്തില്ല. ജെയിംസ് ചാപ്റ്റർ 4 verse 17, therefore to him who knows what to do good and does not do it, to him it is sin. ചെയ്യേണ്ട ശരി അറിയാം, പക്ഷെ അത് ചെയ്യാത്തവരോട് അത് പാപമായിട്ടാണ് ദൈവം കാണുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ചില കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം പറയത്തില്ല. ബട്ട് ഗോഡ് വർക്ക്സ് ഇൻ എ വേ വിച്ച് വിൽ end up like it was actually God who did that. When we read about Paul and Barnabas in Acts 15, we can see a disagreement between them and they both parting their ways. The same God who separated Paul and Barnabas in Acts 13, ഇവിടെ ഇങ്ങനൊരു ഡിസഗ്രീമെൻ്റ് അനുവദിക്കുക അവരുടെ മധ്യയിലേക്ക്. അവർ രണ്ട് കാര്യങ്ങളുമായിട്ട് അവർ പോവുകയാണ്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ലെങ്കിലും when we see their life towards the end, we can see that they both were doing what God wanted them to do. ഇങ്ങനെയൊക്കെ ദൈവം അനുവദിക്കുമെന്ന് ചോദിച്ചാൽ Acts 8:1 നമ്മൾ വായിക്കുന്നുണ്ട്. God allowed a persecution to the church so that the church will move across Jerusalem to Judea and Samaria. ദൈവം ചില കാര്യങ്ങൾ ദൈവം ചിലപ്പോൾ അനുവദിക്കുക, നമ്മളോട് സംസാരിക്കത്തില്ല. Because God does those things for His name's glory and for the expansion of His kingdom. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ടൈം ആൻഡ് ഫ്രൂട്ടാണ് ശരിക്കും അത് ദൈവത്തിൽ നിന്നാണ് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
such things God does or speak based on our calling. Both Barnabas and Paul continued to do what God asked them to do. Barnabas continued his prophetic calling of encouraging others and raised more faithful sons like John Mark. And Paul continued his apostolic calling of traveling, establishing, and strengthening the churches. He also raised many like Timothy, Lydia, Tychicus, Luke, Onesimus, and many more. They both finished their race and were martyred for God's glory. അപ്പോൾ ദിസ് ഡേ വി മെഡിറ്റേറ്റഡ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ പലരെക്കുറിച്ചും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു. അബ്രഹാമിനെയും നവോമിയെയും നമ്മൾ കണ്ടു. എലിപ്രവാചകനെയും യോനെയെക്കുറിച്ച് നമ്മൾ വായിച്ചു. പൗലോസിനെയും ബർണബാസിനെയും കുറിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു. സോ വി ഓൾ ഹാവ് ഹേർഡ് ഗോഡ്സ് വോയിസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ അവർ ലൈഫ്. കാരണം നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഈ വിശ്വാസം അതിലേക്കൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ ആ ദൈവശബ്ദം കേട്ട് അതിലൂടെ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരാതെ നമുക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കത്തില്ല. So this day let's think, let's ponder. When was the last time that we heard God? What was our response? Was God pleased with our response? അത് നമ്മൾ എന്നാണോ ലാസ്റ്റ് കേട്ടത്, അത് ഒരുപാട് നാളായെങ്കിൽ അത് ചിലപ്പോൾ അന്ന് ദൈവം സംസാരിച്ച കാര്യം ഒന്നെങ്കിൽ നമുക്ക് മനസ്സിലാവാത്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ലെറ്റ്സ് ടേക്ക് ടൈം ടു മെഡിറ്റേറ്റ്. ആ ദൈവം ആഗ്രഹിച്ച പോലെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കാം നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നതിന് ഒരു ബ്ലോക്കേജ് പോലെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കത് ഓർത്ത് അത് മെഡിറ്റേറ്റ് ചെയ്ത് ദൈവത്തോട് റിപ്പൻറ്റ് ചെയ്ത് ലെറ്റ്സ് ഡു വാട്ട് വി ആർ കോൾഡ് ടു ഡു. റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഫറവോൻ്റെ കാര്യമാണ്. വെൻ ഗോഡ് വോണ്ട് ഹിം, 5 പ്രാവശ്യം ദൈവം ബാധ അയച്ചു. ഫാറോ ഹാഡൻഡ് ഹിസ് ഹാർട്ട്. 6ാമത്തെ ബാധ അയച്ചപ്പോൾ ദൈവം ഹാർഡൻ ചെയ്തു എന്ന് പറഞ്ഞ് 7th ബാധ വന്നപ്പോൾ വീണ്ടും ഫാറോ ഹാർഡൻഡ് ഹാർട്ട്. ആൻഡ് 8th ആയപ്പോൾ പിന്നെ ഇനി ദൈവം തന്നെ ഹാർഡൻ ചെയ്യുമായിരുന്നു ഫറവോയെ. അപ്പോൾ ദൈവം മാനസാന്തരപ്പെടാൻ, ഒരു കാര്യം തിരുത്തി ദൈവം ആഗ്രഹിക്കുന്ന ശരി ചെയ്യാനുള്ള കൃപ പ്രാപിക്കുന്നതാണ് മാനസാന്തരം. അപ്പോൾ ദൈവത്തോട് റിപ്പൻറ്റ് ചെയ്യാൻ ദൈവം അവസരം തരുമ്പോൾ റിപ്പൻറ്റ് ചെയ്യുന്നതാണ് ബുദ്ധിയുള്ളൊരു കന്യകയുടെ ലക്ഷണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ let's take this day or separate our time from all our busy schedules. അപ്പോൾ may the Lord bless all of us with these words and this day be a blessing for us. Those who have heard, obey what the Lord has said. Those who have not heard, keep on asking the Lord, keep on seeking, keep on knocking the door of the Lord, and keep on doing what He has already asked us to do. May the Lord bless all of us, and may this day's manna, this day's dew be a blessing to you for the glory of the Lord. Shalom and God bless you.